നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിലെ അടുത്ത സീസണിലെ FC ബാഴ്സലോണയുടെ ആദ്യ മത്സരം നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് മയോർക്കെതിരെ ബാഴ്സ കളിക്കാനിറങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ട് പുറത്തേക്ക് വരുന്ന വാർത്ത ബാഴ്സ ക്യാമ്പിൽ നിന്ന് വരുന്ന അത്ര ശുഭകരമല്ല. അവരുടെ കോച്ചിന് പരിക്കേറ്റിരിക്കുന്നു. പക്ഷേ അത് പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ വർക്കിനെ ബാധിക്കില്ല എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പം സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം നമുക്ക്. മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പരിക്ക് പറ്റിയിരിക്കുന്നു ഹൻസി ഫ്ലിക്കിന്. ട്രെയിനിങ്ങിനിടയ്ക്ക് ഒരു മൈനർ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ട്, വീണു. അപ്പോൾ കൈകുത്തി വീണ ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ റിക്കാർഡ് പ്രൂണ അദ്ദേഹത്തെ ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം ഒരു സ്പ്ലിൻ്റ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ ധരിച്ചിരിക്കുകയാണ്, റിസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ധരിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കിനെ ബാധിച്ചിട്ടില്ല, കാര്യങ്ങൾ അദ്ദേഹം നോർമലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഹൻസി ഫ്ലിക്കിന് പരിക്ക് പറ്റി, അദ്ദേഹം വീണു. അല്ലെങ്കിൽ അദ്ദേഹം വീണു എന്ന് പറയാനില്ല, അദ്ദേഹം കൈകുത്തി ആണ് ലാൻഡ് ചെയ്തത്. അപ്പം അത് ഇന്നലത്തെ ട്രെയിനിങ്ങിനിടയിൽ സംഭവിച്ചതാണ്. ഒരു മൈനർ ഇഞ്ചുറി പറ്റിയിരിക്കുന്നു, കൈക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്ലിൻ്റ് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. സ്റ്റിൽ അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഗൗട്ടിലൊക്കെ നമുക്ക് എന്തായാലും ഹൻസി ഫ്ലിക്കിനെ തന്നെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കാം. ബാഴ്സലോണയുടെ നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആരൊക്കെ 11 ഉണ്ടാകും, ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് അറിയേണ്ടത്. ജോയൻ ഗാർഷ്യയുടെയും അതുപോലെ മാർക്കസ് റാഷ്ഫോർഡിൻ്റെയും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുന്നതുകൊണ്ട് അവർ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.